കഴിഞ്ഞ ദിവസമാണ് മന്ത്രി സജി ചെറിയാൻ ക്രൈസ്തവ വിഭാഗത്തിനെതിരെ വലിയ ഒരു പരാമർശം ഉന്നയിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരുക്കിയ ക്രിസ്മസ് വിരുന്നിൽ പങ്കെടുത്ത ബിഷപ്പുമാർക്കെതിരെയായിരുന്നു സജി ചെറിയാന്റെ പരാമർശം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ക്രൈസ്തവ വിരുന്നിൽ പങ്കെടുത്ത ചില ബിഷപ്പുമാർക്ക് രോമാഞ്ചമായിരിക്കുകയാണ്. അവർ വീഞ്ഞും കേക്കുമൊക്കെ കഴിച്ചപ്പോൾ മണിപ്പൂർ വിഷയമടക്കം എല്ലാം മറന്നിരിക്കുന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പരാമർശം. ഇതേ തുടർന്ന് KCBCയിലെ മതപുരോഹിതന്മാരടക്കം വക്താക്കളടക്കം എല്ലാവരും പ്രതികരിച്ചിരുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശനും BJPയുടെ കേന്ദ്രമന്ത്രിയായ മുരളീധരനടക്കം രമേശ് ചെന്നിത്തലയടക്കമുള്ള രാഷ്ട്രീയ നേതാക്കന്മാരും ഇതേ തുടർന്ന് വലിയ പരാമർശങ്ങൾ ഉയർത്തിയിരുന്നു. ദീപികയിൽ വന്നിരിക്കുന്ന മുഖപ്രസംഗം സജി ചെറിയാനും ഇടതുപക്ഷ സർക്കാരിനും എതിരെ രൂക്ഷമായ വിമർശനം ഉയർത്തിക്കൊണ്ടാണ്. നമുക്ക് ആ മുഖപ്രസംഗം ഒന്ന് വായിക്കാം. ഇന്ന് ജനുവരി 2-ാം തീയതി ചൊവ്വാഴ്ചത്തെ മുഖപ്രസംഗത്തിലാണ് അത് എഴുതിയിരിക്കുന്നത്. അതിന്റെ തലക്കെട്ട് രാഷ്ട്രീയ കളികളിൽ എന്തിന് ക്രൈസ്തവരെ അവഹേളിക്കണം എന്നതാണ്. ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരെ ആക്ഷേപിക്കാൻ എന്തും വിളിച്ചു പറയുന്ന മന്ത്രിമാർ അടക്കമുള്ള ഇടത് നേതാക്കളും മുഖ്യമന്ത്രി അടക്കം അവർക്ക് ഒത്താശ ചെയ്യുന്നവരും തീക്കൊള്ളി കൊണ്ടാണ് തലചൊറിയുന്നത്. അതായത് ആദ്യ വരിയിൽ തന്നെ മുഖ്യമന്ത്രിക്കും ഇടതുപക്ഷത്തിന്റെ മന്ത്രിമാർക്കുമെതിരെ രൂക്ഷ വിമർശനം തന്നെ ഉയർത്തിയിരിക്കുകയാണ് ദീപിക. കളിക്കുന്നത് തീക്കൊള്ളി കൊണ്ടാണെന്ന് ഓർക്കണമെന്ന താക്കീതും നൽകുന്നുണ്ട്. മന്ത്രി സജി ചെറിയാനും മുൻ മന്ത്രിയും ഇടത് MLAയുമായ KT ജലീലും ക്രൈസ്തവ സഭയ്ക്കും ബിഷപ്പുമാർക്കുമെതിരെ നടത്തിയ പ്രതികരണങ്ങൾ ജീർണതയുടെ സംസ്കാരം പേറുന്നവർക്കും ഭൂഷണമായിരിക്കാം. എന്നാൽ അവരിരിക്കുന്ന സ്ഥാനത്തിന്റെ മഹിമയ്ക്ക് ചേർന്നതല്ല എന്ന് ഓർമ്മിപ്പിക്കട്ടെ. വെറും രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി എല്ലാവരെയും അവഹേളിക്കുന്ന ഈ നിലപാട് ശരിയല്ല. തങ്ങളിരിക്കുന്ന ഇടത്തെപ്പറ്റി ശ്രദ്ധിക്കേണ്ടതുണ്ട്, അതിൻ്റെ മഹിമയെപ്പറ്റി ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന സൂചനയും നൽകുന്നു. ക്രൈസ്തവർ ഏതു രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിക്കണമെന്നതിന് ഇവരെ പോലെയുള്ളവരുടെ ഉപദേശം ആവശ്യമില്ല. തങ്ങൾ ചെയ്യുമ്പോൾ ശരിയും മറ്റുള്ളവർ ചെയ്യുമ്പോൾ അത് തെറ്റും എന്ന വിരോധാഭാസത്തെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രമായി കൊണ്ടു നടക്കുന്നവരിൽ നിന്ന് ഇതിനപ്പുറം പ്രതീക്ഷിക്കേണ്ടതുമില്ല. ഇടതുപക്ഷം ചെയ്യുന്നതെല്ലാം ശരിയും മറ്റുള്ളവർ ചെയ്യുന്നതെല്ലാം തെറ്റും എന്ന നിലപാട് ശരിയല്ല എന്നൊരു സൂചനയും നൽകുന്നുണ്ട് മുഖപ്രസംഗത്തിൽ. സാംസ്കാരിക മന്ത്രിയായ സജി ചെറിയാന്റെ ലജ്ജാകരമായ പ്രതികരണം അത് കൂടുതൽ വ്യക്തമാക്കുന്നു. സജി ചെറിയാൻ വിളമ്പിയ മാലിന്യം ആസ്വദിച്ച് രോമാഞ്ചം കൊള്ളുന്നവരോട് പറയട്ടെ, കൊടിയ പീഡനങ്ങളും അവഹേളനങ്ങളും ഒരുപാട് ഏറ്റുവാങ്ങിയിട്ടുള്ളവരാണ് ആഗോള ക്രൈസ്തവർ. അതിൽ കമ്മ്യൂണിസ്റ്റുകളുടെ സ്ഥാനം എവിടെയെന്നൊക്കെ ചരിത്രം വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചരിത്രത്തിന്റെ ഇടങ്ങളിൽ ക്രൈസ്തവർക്കെതിരെ നടന്ന കൊടിയ പീഡനങ്ങളിൽ ഇടതുപക്ഷ സഹയാത്രികർക്ക് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് വലിയ പങ്കുണ്ട് എന്ന് പറയാതെ പറയുകയാണ് ദീപിക. ഇപ്പോൾ ക്രൈസ്തവർക്ക് നേരെ നടത്തുന്ന ആക്ഷേപങ്ങൾ മറ്റേതെങ്കിലും സമുദായത്തെ പ്രീതിപ്പെടുത്തി വോട്ട് ബാങ്ക് ഉറപ്പിക്കാനോ എന്നും സംശയിക്കണം. നിലവിൽ ക്രൈസ്തവരല്ലാതെ കേരളത്തിൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വോട്ട് വളരെ പ്രധാനമാണ്. കഴിഞ്ഞ കുറെ നാളുകളായി വരുന്ന വാർത്തകളിൽ മുസ്ലിം ലീഗിനെ അടക്കമുള്ള മുസ്ലിം സമുദായത്തെ തങ്ങളോടൊപ്പം ചേർത്ത് നിർത്തുവാനുള്ള പല തന്ത്രങ്ങളും ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്നുണ്ട്. അവയെ സൂചിപ്പിച്ചുകൊണ്ടാകാം, അല്ലെങ്കിൽ ഈ കേരളത്തിലെ ഹൈന്ദവ വോട്ടുകൾ BJPയിലേക്ക് പോകാതെ തങ്ങളിലേക്ക് തന്നെ നിലയുറപ്പിച്ച് നിർത്തുക എന്ന തന്ത്രപരമായ നീക്കത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ക്രൈസ്തവരെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള പ്രസ്താവനകൾ പറയുന്നത് എന്ന് ദീപിക ഉന്നയിക്കുന്നു. പ്രധാനമന്ത്രി ഔദ്യോഗിക വസതിയിൽ സംഘടിപ്പിച്ച ക്രിസ്മസ് വിരുന്നിൽ ക്രൈസ്തവ സഭാ മേലധ്യക്ഷർ പങ്കെടുക്കുന്നതാണ് സജി ചെറിയാനെ വല്ലാതെ പ്രകോപിപ്പിച്ചത്. BJP വിരുന്നിന് ക്ഷണിച്ചപ്പോൾ ചില ബിഷപ്പുമാർ രോമാഞ്ചമുണ്ടായെന്നും മുന്തിരി വാറ്റിയതും കേക്കും കഴിച്ചപ്പോൾ മണിപ്പൂർ വിഷയം അവർ മറന്നുവെന്നും സജി ചെറിയാന്റെ കണ്ടെത്തൽ. പുന്നപ്ര വടക്ക് CPM ലോക്കൽ കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടന വേദിയിലായിരുന്നു സജി ചെറിയാന്റെ ആക്ഷേപം. പാർട്ടി അണികളുടെ കയ്യടി നേടാൻ വായിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറയുന്ന ചരിത്രമുള്ളയാളാണ് സജി ചെറിയാൻ. കുറച്ചു നാളുകൾക്ക് മുമ്പ് ഭരണഘടനാ വിരുദ്ധമായ ഒരു പ്രസംഗം സജി ചെറിയാൻ നടത്തിയിരുന്നു. അത് അദ്ദേഹത്തെ മന്ത്രി സ്ഥാനത്ത് നിന്ന് പുറത്തേക്ക് തള്ളിയിരുന്നു. പിന്നീടും അദ്ദേഹം സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിയായതാണ്. അപ്പോൾ ആ പ്രസംഗത്തേക്ക് മുൻനിർത്തിക്കൊണ്ടാണ് കയ്യടി നേടാൻ വേണ്ടി വായിൽ തോന്നുന്നതെന്തും വിളിച്ചു പറയുന്ന ആളാണ് സജി ചെറിയാൻ എന്ന് ദീപിക പറയുന്നത്. ഇത്തരം വിടുവായുത്തം തിരുത്താൻ അദ്ദേഹത്തോട് പറയുന്നതിന് പകരം പിന്തുണ നൽകുന്നതായി ഇന്നലെ മുഖ്യമന്ത്രി എറണാകുളത്ത് നടത്തിയ പ്രതികരണം. ഭരണാധികാരികൾ അത് പ്രധാനമന്ത്രിയായാലും മുഖ്യമന്ത്രിയായാലും ക്ഷണിക്കുന്ന പരിപാടിയിൽ പങ്കെടുക്കുക എന്നത് ക്രൈസ്തവ സഭാ നേതൃത്വം എക്കാലത്തും പുലർത്തിപ്പോരുന്ന മര്യാദയാണ്. കേരള മുഖ്യമന്ത്രി നവകേരള സദസ്സിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പ്രഭായോഗങ്ങളിലും വിവിധ ക്രൈസ്തവ സഭയുടെ മേലാധ്യക്ഷന്മാർ പങ്കെടുത്തിരുന്നു. അത് കണ്ട് സജി ചെറിയാനും രോമാഞ്ചം ഉണ്ടായോ എന്നുകൂടി അറിയേണ്ടതുണ്ട്. മുഖ്യമന്ത്രി സംഘടിപ്പിക്കുന്ന യോഗങ്ങളിൽ ബിഷപ്പുമാർ പങ്കെടുക്കുന്നത് ശരിയും പ്രധാനമന്ത്രിയുടെ യോഗത്തിൽ പങ്കെടുക്കുന്നത് വിരുന്നുണ്ടലുമാണെന്ന് വ്യാഖ്യാനിക്കുന്നത് ഇരട്ടത്താപ്പല്ലാതെ മറ്റെന്താണ്? ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ ക്രൈസ്തവർ കൂട്ടക്കുരുതിക്ക് ഇരയാകുന്നുണ്ട്. കമ്മ്യൂണിസ്റ്റുകാരും മുസ്ലിം ഭീകര പ്രസ്ഥാനങ്ങളായ ബോക്കോ ഹറാം, ISIS ഉൾപ്പെടെയുള്ളവരും ക്രൈസ്തവരെ പീഡിപ്പിക്കുന്നതിൽ കുപ്രസിദ്ധി ആർജിച്ചിട്ടുണ്ട്. മണിപ്പൂരിൽ നടന്ന കലാപത്തിൽ കൊല്ലപ്പെട്ടവർക്കും ഇരകളാക്കപ്പെട്ടവർക്കും
നീതി കിട്ടണമെന്നതിൽ ആർക്കും സംശയമില്ല. ക്രൈസ്തവ സഭാ നേതൃത്വം അക്കാര്യം ആവശ്യപ്പെടുന്നതിൽ ഇതുവരെ ഒരു വിട്ടുവീഴ്ചയും നടത്തിയിട്ടില്ല. പ്രധാനമന്ത്രിയുടെ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുത്തത് മണിപ്പൂർ മറന്നുകൊണ്ടാണെന്ന് പ്രചരിപ്പിക്കുന്നവരുടേത് ദുഷ്ടലാക്ക് മാത്രമാണ്. ഹമാസ് തീവ്രവാദികൾക്ക് വേണ്ടി നാടൊടുക്കും പ്രകടനം നടത്തിയവരുടെ ലക്ഷ്യവും രാഷ്ട്രീയ നേട്ടമല്ലാതെ മറ്റെന്താണ്? ക്രൈസ്തവ സഭാ മേലധ്യക്ഷന്മാരെ വിമർശിക്കാൻ ആവേശം കാട്ടുന്ന ഇടത് നേതാക്കൾ സമൂഹത്തിൽ മതസ്പർദ്ധയുണ്ടാക്കുന്ന തരത്തിൽ പ്രസംഗിച്ച് നടക്കുന്നവരെ കണ്ടതായി പോലും നടിക്കുന്നില്ല. നിങ്ങളുടെ ഇത്തരം ഇരട്ടത്താപ്പുകളും ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ടെന്നും മറക്കരുത്. രൂക്ഷമായ വിമർശനമാണ് സജി ചെറിയാനെതിരെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തിനെതിരെയും ക്രൈസ്തവ സഭ ഉയർത്തിയിരിക്കുന്നത്. എന്തായാലും അവരുന്നയിക്കുന്ന ചോദ്യങ്ങൾ വളരെ വ്യക്തമാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ നവകേരള സദസ്സിലെ യോഗത്തിൽ ക്രൈസ്തവ സഭാധ്യക്ഷന്മാർ പങ്കെടുക്കുന്നത് ശരിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരുക്കിയ വിരിങ്ങിൽ പങ്കെടുക്കുന്നത് തെറ്റുമാവുന്നത് എങ്ങനെയാണ്?